ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു സ്മാർട്ട് കീയുടെ ബാറ്ററി മാറാൻ പോവാണ്. എൻ്റെ നെക്സോൺ ഇ വി മാക്സിൻ്റെ സ്മാർട്ട് കീ ഇന്നലെ ഞാൻ വണ്ടി വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തപ്പം എന്നോട് വണ്ടി തന്നെ എഴുതി കാണിച്ചു സ്മാർട്ട് കീയുടെ ബാറ്ററി ആദ്യം കീ ഇല്ലാന്ന് കാണിച്ചു, അത് കഴിഞ്ഞ് ബാറ്ററി ലോ ആണെന്ന് ഇൻഡിക്കേഷൻ കാണിച്ചു. അപ്പം ഞാൻ അത് ഇൻഡിക്കേഷൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഈ ബാറ്ററി മാറാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ബാറ്ററി മാറുന്നത് ഒന്ന് നോക്കുകയാണ്. നിങ്ങൾക്കും നാളെ പോയാൽ തന്നെ മാറാവുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ നമ്മുടെ ഈ മാനുവൽ കീ. ഇതാണ് മാനുവൽ കീ. അത് നമ്മൾ ഊരി മാറ്റുക. അതിനുശേഷം ഇത് കണ്ടുകൂടി ഒരു വിടവുണ്ട്. ആ വിടവിൽ കൂടെ ഇങ്ങനെ ചെരിച്ച് അകത്തേക്ക് കയറ്റി തള്ളുക. തള്ളി കഴിയുമ്പോൾ ഇതുണ്ട് വളരെ ഈസി ആയിട്ട് ഈ കവറിഞ്ഞ് പോരും. ഇത് തള്ളുന്ന നോക്കി ഇവിടെ ഒരു വെട്ടുണ്ട്. ഈ വെട്ടിൽ ഇത് കണ്ടോ, നമ്മുടെ കീ ഇവിടെ വരണം. ഇവിടെ വന്നു കഴിഞ്ഞ് ഈ കീ വെച്ച് തന്നെ എടുത്താൽ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാലും പോരും, ഈസിയാണ്. പക്ഷേ കീ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കീ കറക്റ്റാണ് അവിടെ. അത് അങ്ങനെയാണ് അവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇത് ഇച്ചിരി അടിയിലോട്ട് താത്ത് തള്ളണം, മേളിലല്ല. അപ്പോൾ ഈ ലോക്ക്, ഇവിടെ ഒരു ലോക്കുണ്ട് ഇങ്ങനെ മാറ്റുന്ന മറ്റേത് ഊരാൻ. ആ ലോക്കിൻ്റെ കൂടെ കൂട്ടി ഇച്ചിരി താത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഈ കവറിഞ്ഞ് ഊരിപ്പോരും. വെറും കവറാണ് ഇത്, ചുമ്മാ ഇങ്ങനെയുള്ള. എന്നിട്ട് ഈ ബാറ്ററി നമ്മൾ പൊക്കിയെടുക്കുക. ഇപ്പോൾ ബാറ്ററി നമ്മൾ പൊക്കിയെടുത്ത് കഴിയുമ്പോൾ ഇതാണ്ട് ഇതേ കിടന്ന ബാറ്ററിയാണ്. ഇതേലെ ബാറ്ററി നമ്മൾ വോൾട്ടേജ് നോക്കുമ്പോൾ ഇത് 2.88 വോൾട്ടേജേ കാണിക്കുന്നുള്ളൂ. 3 വോൾട്ട് തികച്ച് കാണിക്കുന്നില്ല. അപ്പം ബാറ്ററി ഓൾറെഡി പോയതാണ്. 3 വോൾട്ടാണ് ഈ ബാറ്ററി. അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ബാറ്ററി നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ബാറ്ററി ഒരെണ്ണം ഞാൻ പാനാസോണിക്കിൻ്റെ തന്നെ ബാറ്ററി ആയിരുന്നു ഇതിനകത്ത് കിടന്ന്. വേറെ ഞാൻ മാറി അതിൻ്റെ പുതിയ ബാറ്ററി. അതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 3.31 വോൾട്ടുണ്ട്. 3 വോൾട്ടിനും മേളിലുണ്ട്. ശരിക്കും നല്ല ബാറ്ററി ആണെങ്കിൽ 3 വോൾട്ടിനും മേളിൽ ഉണ്ടാവണം. അതാണ് എൻ്റെ കണ്ടീഷൻ. ഇതിപ്പോൾ ഒരു 2.25 വർഷമായി. വണ്ടി മേടിച്ചിട്ട് 2.25 വർഷമായി. പഴയ കീ എടുത്ത് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി. പഴയ കീ നമ്മൾ ഇടയ്ക്കിടെ മാറി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പുതിയ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരുന്ന കീ എടുത്ത് ഇപ്പം ഞാൻ ഇന്ന് ഉപയോഗിച്ചു. ഇന്ന് ഞാൻ ഈ ബാറ്ററി മാറാൻ വേണ്ടി ഈ കീ കൊണ്ടുവന്നു. മറ്റേ കീ വെച്ചാണ് ഞാൻ വണ്ടി ഉപയോഗിച്ചതെന്ന്. ഇപ്പം നമ്മളിതുണ്ട് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാൽ മതി. പ്രസ് ചെയ്തിട്ടതിന് ശേഷം ഇത് കണ്ടോ, ഈ ലോക്ക് ഇത് ഈ സൈഡിലോട്ട് ഇങ്ങനെ ഇതിപ്പോൾ വീണു. ബാറ്ററി ഒന്ന് വെറുതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിടക്കും അവിടെ, വേറെ ഒന്നും സംഭവിക്കില്ല. ഇതിപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഇവിടെ ഒരു ലോക്കുണ്ട്, ഇവിടെ 2 ലോക്കുണ്ട്. ഇതിങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി ആയി. നമ്മുടെ കീ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ നമ്മുടെ മാജിക് കീയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ലോക്കാണ്. ഇതെടുക്കുന്നത് ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് മാറാൻ സംഭവം കഴിഞ്ഞു. പുതിയ സ്മാർട്ട് കീകളെല്ലാം തന്നെ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഏത് വണ്ടിയുടെ ആണെങ്കിലും മിക്കവാറും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിന് പണ്ടത്തെ ആ മാരുതിയുടെ ഇതുള്ളത് പോലെയല്ല. അത് സ്ക്രൂ ഒക്കെ അടിച്ചാണ്. ഇതിന് സ്ക്രൂ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ലോക്ക് സിസ്റ്റമാണ്. ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവുക ചെയ്താൽ പ്രശ്നമാകും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.